everyone, welcome back to Silent Learning. സംഭവം ശരിയാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ വരുന്ന ഓണം എക്സാമിന് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നരേഷൻ എന്നുള്ളത്. അത് മിക്കവാറും എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഹാഫ് എ ഡേ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ, നഗ്വീബ് മഹ്ഫൂസിന്റെ ഹാഫ് എ ഡേ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നാളെ നിങ്ങൾ എഴുതാൻ പോകുന്ന ഓണം എക്സാമിന് ഒരു നരേഷൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. സൈലത്തിന്റെ പ്രൊഡിക്ഷൻ ആണ്. നോക്കിക്കോ, അത് മാത്രമല്ല, ഇതിൽ നിന്നുണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ദ ബോയ് ഫ്രം ദ ചാപ്റ്റർ ദ ഹാഫ് എ ഡേ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മുടെ ചെക്കൻ ഉണ്ടല്ലോ, ബോയ്, ഇതാ ഈ ബോയ് ഉണ്ടല്ലോ. ഓക്കെ, ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ആ ബോയ് ഉണ്ടല്ലോ, നരേറ്റ്സ് ഹിസ് എക്സ്പീരിയൻസ് ടു ഹിസ് ബെസ്റ്റ് ഫ്രണ്ട്. അവിടെ ആ ഒരു ഹാഫ് എ ഡേയിൽ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് സംഭവങ്ങളും ആ അത്ഭുതങ്ങളൊക്കെ അവൻ ആർക്ക് പറഞ്ഞു കൊടുക്കണം? സ്കൂളിൽ ഉണ്ടായ അനുഭവങ്ങൾ, വീട്ടിലുണ്ടായ അനുഭവങ്ങൾ, അവനെ സ്ട്രീറ്റിലേക്ക് വരുന്ന സമയത്തുണ്ടായ അനുഭവങ്ങളൊക്കെ തന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് പറഞ്ഞു കൊടുക്കുകയാണ്. റൈറ്റ് ഡൗൺ ദ പോസിബിൾ നരേഷൻ. ആ ഒരു നരേഷൻ എഴുതാൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നാളെ എക്സ്പെക്റ്റബിൾ ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഓക്കെ, എങ്ങനെയാണ് ഒരു നരേഷൻ എഴുതുക എന്നുള്ളത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അതല്ല, ചിലപ്പോൾ നിങ്ങൾക്ക് എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള മറ്റൊരു ചാൻസ് എന്ന് പറയുന്നത് ദി ടോയ്ലറ്റ്. ജീന മോൾഫയുടെ ഈ ഒരു ചാപ്റ്റർ അത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് സൈലം പ്രെഡിക്റ്റ് ചെയ്യുന്നു ദി ടോയ്ലറ്റ് അല്ലെങ്കിൽ ഹാഫ് എ ഡേ, ഈ ഒരു ഏതെങ്കിലും രണ്ട് ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്കൊരു നരേഷൻ ഉണ്ടായിരിക്കാം. ഇതല്ല, ഏത് ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് നരേഷൻ ഉണ്ടായാൽ നരേഷൻ സെറ്റ് ആക്കാൻ പറ്റുന്ന ഒരു ട്രിക്സ് നമ്മൾ ഇവിടെ സെറ്റ് ആക്കാൻ പോണ്. അതിനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു 7 മാർക്ക് നിങ്ങൾ കളയരുത്. ആക്ച്വലി ആ ട്രിക്കിലേക്കാണ് പോകുന്നത്. അപ്പോ ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുള്ള ആൾക്കാർ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഓൾറെഡി ലൈക്ക് ചെയ്തിട്ടുണ്ടായിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നോക്കാം എന്താണ് ആക്ച്വലി. ഇങ്ങനെയാണ് ജീന മോൾഫെ ഫ്രം ദ ചാപ്റ്റർ ദി ടോയ്ലറ്റ്. ദി ടോയ്ലറ്റ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമ്മുടെ ജീന മോൾഫെ, ഓക്കെ, അവിടെ ഉണ്ടായ സംഭവങ്ങൾ നിങ്ങൾക്ക് അറിയാലോ, ആ ചാപ്റ്റർ നിങ്ങൾക്ക് അറിയാലോ. ദി ടോയ്ലറ്റ് എന്ന് പറയാൻ കാരണം അവൾ എന്താക്കിയിട്ടുണ്ടായിരുന്നു? യെസ്, മറ്റുള്ള ആൾക്കാർ കാണാതിരിക്കാനും ഒരു ലോൺലിനെസ്സിനും വേണ്ടിയിട്ട് ടോയ്ലറ്റിൽ ഇരുന്ന് ബുക്ക് വായിക്കുന്ന ഒരു സിസ്റ്റം ആയിരുന്നു, അല്ലെങ്കിൽ സിറ്റുവേഷൻ അവൾക്ക് ഉണ്ടായിരുന്നു. അവളുടെ മാഡത്തിന്റെ വീട്ടിൽ ഒളിച്ച് താമസിക്കേണ്ട ഒരു അവസ്ഥ അവൾക്ക് വന്നിട്ടുണ്ടായിരുന്നു സിസ്റ്ററുടെ കൂടെ. അങ്ങനത്തെ തന്റെ കംപ്ലീറ്റ് അനുഭവങ്ങളുമുള്ള ഒരു അനക്ഡോട്ട് ആണ് ടോയ്ലറ്റ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് നരേഷൻ ഉണ്ടാകാം. എങ്ങനെയാണ് നരേഷൻ ഉണ്ടാവുക? ജീന മോൾഫെ ഈ ഒരു ചാപ്റ്ററിൽ ടോയ്ലറ്റിൽ ജീന മോൾഫെ ടെൽസ് ഹെർ ഹാർഡ്ഷിപ്സ്, അവളുടെ കഷ്ടതകളൊക്കെ അവൾ എന്താക്കാണ് പറയുകയാണ് ടു വൺ ഓഫ് ഹെർ ഫ്രണ്ട്, തന്റെ ഒരു ഫ്രണ്ടിനോട് പറയുകയാണ്. അല്ലെങ്കിൽ ഇവിടെ ഫ്രണ്ട് മാറ്റിയിട്ട് ഫാമിലി ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും റൈറ്റ് ഡൗൺ പോസിബിൾ നരേഷൻ. ആ ഒരു നരേഷൻ നിങ്ങളോട് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതും? ഞാൻ പറഞ്ഞു, ഈ രണ്ട് ചാപ്റ്ററിൽ നിന്നല്ല, ഏത് ചാപ്റ്ററിൽ നിന്നും നരേഷൻ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫോർമുല നിങ്ങൾ പോയിന്റ് ചെയ്താൽ മതി. ഹൗ ടു മേക്ക് നരേഷൻ, എങ്ങനെ നരേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. സോ നിങ്ങൾക്ക് ഫ്രീ നോട്ട്സിന് വേണമെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ലിങ്കിൽ കയറിയിട്ട് വാട്സപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഫ്രീ നോട്ട്സ് കിട്ടും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, ഏതായാലും എങ്ങനെ ഒരു നരേഷൻ എഴുതാം എന്നുള്ളതിന്റെ ട്രിക്സ് ആണ്. സംഭവം സിമ്പിൾ ആണ്, പക്ഷേ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 7 മാർക്ക് ആയതുകൊണ്ട് കുറച്ച് ലെങ്തി ആയിട്ട് എഴുതണം. This one. Choose a point of view. ഈ ഒരു ക്വസ്റ്റ്യൻ ആരുടെ പോയിന്റ് ഓഫ് വ്യൂലാന്നുള്ളത് ഫസ്റ്റ് നമ്മൾ എന്താക്കണം? ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾ സെറ്റ് ആക്കിയിരിക്കണം. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കടാ, ഇതാ ജീന മോൾഫെ ഫ്രം ദ ചാപ്റ്റർ. ഇത് ജീന മോൾഫെ എഴുതുകയാണ്. ടെൽസ് ഹെർ ഹാർഡ്ഷിപ്പ് ടു വൺ ഓഫ് ഹർ ഫ്രണ്ട്. അവൾ അവളുടെ ഫ്രണ്ടിന് എഴുതുകയാണ്. സോ പോയിന്റ് ഓഫ് വ്യൂ ആരുടേതാണ്? ജീന മോൾഫെയുടെയാണ്. ജീന മോൾഫെ എഴുതുന്നത് പോലെ, സപ്പോസ് നമുക്ക് വേണമെങ്കിൽ ഡയറി ഒക്കെ എഴുതുന്നത് പോലെ എന്ന് പറയാം. അവൾ മറ്റൊരു ഫ്രണ്ടിന് കംപ്ലീറ്റ് വിവരിച്ചു കൊടുക്കുന്ന രൂപത്തിലാണ് ഈ ഒരു നരേഷൻ എഴുതേണ്ടത്. സോ ഈ ഒരു എക്സാമ്പിളിൽ, മറ്റേ എക്സാമ്പിൾ ആണെങ്കിൽ ആ ബോയ് വിവരിക്കുകയാണ് തന്റെ പ്രശ്നങ്ങളൊക്കെ. അപ്പൊ ആരുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ്? ബോയിന്റെ പോയിന്റ് ഓഫ് വ്യൂ. അത് കണ്ടെത്തണം ഫസ്റ്റ്. യൂസ് ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജ്. അതൊന്ന് വിശദീകരിക്കുന്ന രൂപത്തിലാവണം. ഒരു എസ്സേ എഴുതുന്നത് പോലെയോ റൈറ്റപ്പ് എഴുതുന്നത് പോലെയോ ഒന്നും അല്ല എഴുതേണ്ടത്. ഒരു കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പോയപ്പോണ്ടല്ലോ, അവിടെ സ്കൂളിൽ ഇന്ന സാധനങ്ങളൊക്കെ കണ്ട്, അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുക. ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് സംഭവമാണ് നമ്മുടെ നരേഷൻ എന്ന് പറയുന്നത്. ആ ഒരു ടോൺ അതിലുണ്ടായിരിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുക. ഇന്നർ തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. അപ്പോ ഈ ഒരു ചെക്കൻ, ഈ ഒരു ബോയ് ഉണ്ട്, അതുപോലെ തന്നെ ജീന മോൾഫെ ഉണ്ട്. ഇവരുടെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ അവരുടെ തോട്ട്സ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവണം അല്ലേ? അവരെന്തൊക്കെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക, അവരുടെ ഡിസ്ക്രിപ്ഷനീവ് ടൈപ്പ് എങ്ങനെയായിരിക്കും അവർ വിവരിക്കുന്നുണ്ടാവുക, അതും കൂടി മനസ്സിലാക്കിയതിനു ശേഷം വേണം നിങ്ങൾ എന്താക്കാൻ വേണ്ടിയിട്ട്
ഈ ഒരു നരേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മാത്രമല്ല ഇൻക്ലൂഡ് ഡയലോഗ്സ്. ഓക്കെ, അതിൽ കുറെ ഡയലോഗ്സുകൾ ഉണ്ടായിരിക്കും. ഞാൻ അവിടെ പോയപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു നിനക്ക് എത്ര വയസ്സായി, ഓക്കെ ഫോർ എക്സാമ്പിൾ പറഞ്ഞാണ്. ഓക്കെ, എന്നിട്ട് എന്റെ ഫ്രണ്ടിനോട് ചോദിച്ചു, ഫ്രണ്ടിനോടൊക്കെ ഞാൻ കമ്പനിയായി. അപ്പൊ അവളോട് ചോദിച്ചു ഇവിടെ എന്തുകൊണ്ടാണ് ഇത്ര സമയമാറ്റം ഉണ്ടായത് അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും അവിടെയെന്നോ അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും സിറ്റുവേഷൻ ഓറിയന്റഡ് ഡയലോഗ്സുകൾ എന്താക്കാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മെയിൻ ആയിട്ട് പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഒരു വേറെ ആരോ കഥ പറയുന്നത് ഒരു സെക്കൻഡ് പേഴ്സൺ ആയി പോകാൻ പാടില്ല. ഓൾവേസ് ഫസ്റ്റ് പേഴ്സൺ ആയിരിക്കും നരേഷൻ ഉണ്ടായിരിക്കാം മിക്ക നരേഷനും. അല്ലെങ്കിൽ വേറൊരാൾ വേറൊരാൾക്ക് പറയണം. അതായത് ആ ബോയിന്റെ ഫ്രണ്ട് ഓൾറെഡി ബോയിന്റെ ഫ്രണ്ടിന് പറഞ്ഞു കൊടുത്തു. ആ ഫ്രണ്ട് മറ്റൊരു ഫ്രണ്ടിന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും എഴുതുന്നുണ്ടാവുക എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് പേഴ്സണിലേക്ക് മാറും. എന്തായാലും മെജോറിറ്റിയും നിങ്ങൾക്ക് വരാറുള്ളത് ഈ ഒരു ഫസ്റ്റ് പേഴ്സൺ നരേഷൻ ആണ്. അതായത് വെൻ ഐ വാസ് എന്നുള്ള രീതിയിൽ ഐ വെച്ചിട്ടായിരിക്കും തുടങ്ങേണ്ടത്, ആസ് ഡയറി ഒക്കെ എഴുതുന്നത് പോലെ. ഓക്കെ, അപ്പൊ ഇത് ഈ ഒരു ഹാക്ക് അല്ലെങ്കിൽ ഈ ഒരു ട്രിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് അറിയുന്നുണ്ടാവില്ല. സോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എസ്പെഷ്യലി നമ്മുടെ എക്സാം ഒക്കെ വരികയാണ്. നാളത്തെ എക്സാമിന് നിങ്ങൾ പവർ ആക്കി എഴുതണമെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ അവർക്ക് അറിയേണ്ടതുണ്ട്. സോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോരുത്. മാത്രമല്ല ഇന്ന് രാത്രി കൃത്യം 7 മണിക്ക് നമ്മൾ മെഗാ മാരത്തോൺ വരുന്നുണ്ട്. ആ മെഗാ മാരത്തോണിൽ നമ്മൾ ഉറപ്പായിട്ടും ഇതിന്റെ ആൻസർ ആക്ച്വലി ഹാഫ് എ ഡേ ഉള്ള ആ ഒരു നരേഷന്റെ ആൻസറുകളൊക്കെ അതുപോലെ തന്നെ നമ്മുടെ ജീന മോൾഫയുടെ ടോയ്ലറ്റിന്റെ ഒക്കെ സംഭവം കാര്യങ്ങളൊക്കെ നമ്മൾ ഉറപ്പായിട്ടും പഠിക്കാൻ പോവുകയാണ്. അതിൽ നിന്നുള്ള ധാരാളം ഡിസ്കോഴ്സും നമ്മൾ ഈ ഒരു ലൈവില് മെഗാ മാരത്തോണിൽ ഉറപ്പായിട്ടും ഡിസ്കസ് ചെയ്യും. സോ മക്കളെ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോ. നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കും. മാത്രമല്ല നിങ്ങൾക്ക് ധാരാളം ചാപ്റ്റേഴ്സ് ഉണ്ട്. ആക്ച്വലി 6 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിലുള്ള പോയത്തിന്റെ അപ്രീസിയേഷൻ തുടങ്ങിയിട്ട് എല്ലാ സംഭവങ്ങളും നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ലൈവ് മിസ് ചെയ്യരുത്. പവർ ആക്കാം, സെറ്റ് ആക്കാം. ഓക്കെ, ബൈ.